എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്ക് ഐറ്റമാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക്. അതും വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോവാം. 2 വലിയ സവാള എടുക്കുക, അതിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടി വേണം. ക്യാരറ്റ് എടുക്കുമ്പോൾ ഈ സവാളയുടെ അതേ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെയും ചെറിയൊരു പീസ് എടുക്കുക. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ആണോ ഇഷ്ടം ആ വെജിറ്റബിൾ ചേർക്കാം കേട്ടോ. ഇതുപോലെ നൈസായിട്ട് മുറിച്ചെടുക്കുക. നീളം സവാളയുടെ അതേ നീളത്തിൽ തന്നെയുള്ള കഷ്ണങ്ങളാക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം. ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലകളെല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി. നല്ല സ്മെല്ലാട്ടോ ഈ സമയത്ത് വരുന്നത്. ഇനി 1/2 കപ്പ് അരിപ്പൊടിയാണിത്. ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നെല്ലാം പൗഡറും എല്ലായിടത്തേക്കും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ സ്നാക്കിൻ്റെ ടേസ്റ്റും സ്മെല്ലും വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇനി അല്പാൽപ്പമായിട്ട് ഒരു വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഓവർ വെള്ളം ഒട്ടും ആവരുത്. ഓരോ സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചാലും മതിയാവും. എന്നിട്ട് ഇതുപോലെ പൊടി ഇട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം. അത്രയേ ഉള്ളൂ. ഒരുപാട് ഒഴിക്കരുത്, ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. വെള്ളം നോക്കി ഇതുപോലെ ഒഴിക്കുക. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. നമ്മളിങ്ങനെ ബോൾ ചെയ്തിട്ടാൽ അങ്ങനെ ബോൾ പോലെ അങ്ങ് കിടക്കുക. അതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പരിപ്പോടെയൊക്കെ ചെയ്യില്ലേ, അതേപോലെ. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ഓരോ ചെറിയ ബോൾസായിട്ട് എടുത്ത് പരത്തി സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ. ഇനി ഇത് വറുത്തെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വടകളുണ്ടല്ലോ, ഈ സ്നാക്ക്, ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓവറായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. എല്ലാം കൂടി അങ്ങ് തിങ്ങിയിട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഫ്ലെയിം ഒട്ടും കൂടി പോകരുത്. എന്നിട്ട് ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴേക്കും അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം തന്നെ സ്പൂണിട്ട് ഇളക്കരുത്. ഉടഞ്ഞ് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് പതിയെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും സ്പൂൺ ഇടാവുള്ളൂ. എന്നിട്ട് മറിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ സ്ലോയിൽ ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് നമുക്കിതെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇത് മൊരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഒരു ടിഷ്യൂയിലേക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഏത് വെജിറ്റബിളൊക്കെ ഇടണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ. ഏതൊക്കെ ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും. കാര്യം ഇതിൽ ചേരുന്ന മസാലകൾ അങ്ങനത്തെയാണ്. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല സ്മെല്ലാണ് ഈ സ്നാക്കിന്. പിന്നെ വറുക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. കഴിക്കുമ്പോൾ അതിനേക്കാൾ സൂപ്പറാണ്. വളരെ ക്രിസ്പിയാണ്. അരിമാവ് ഇട്ടതുകൊണ്ട് വളരെയധികം ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചായയുടെ ഒപ്പം വൈകുന്നേരം ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു സ്നാക്ക്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് അടിച്ചോളൂ. ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിപ്പുണ്ട്, മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി അടുത്തൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.